السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا أدركنا وآل كل وصحابة أجمعين. ഏറ്റവും സ്നേഹാതിരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പലപ്പോഴും നാം കടകളിൽ നിന്ന് കോഴി അറുത്തുവെച്ചത് വാങ്ങാറുള്ളവരാണ്. എന്നാൽ ഈ അറുത്തത് ആരാണെന്ന് നമുക്കറിയില്ല. നാം അറുക്കാൻ അതിൻ്റെ നിയമങ്ങൾ അറിയുന്ന മുസ്ലിമായ ഒരാളായിരിക്കും അറുത്തത് എന്ന നമ്മുടെ വിശ്വാസമനുസരിച്ചാണ് നാം വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ പ്രശ്നത്തിൽ യാതൊരു വിരോധവുമില്ല. അതേസമയത്ത് ചെറിയൊരു കുട്ടിയാണ് അറുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ണ് കാണാത്ത ആളാണ് അറുക്കുന്നത്, അതുമല്ലെങ്കിൽ ഒരു ഭ്രാന്തനോ ലഹരി ബാധിച്ചവനോ ആണ് അറുക്കുന്നത് എങ്കിൽ അവിടെ അതിൻ്റെ വിധി എന്താണ്? അങ്ങനെ അറുത്തത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെയാണ് നാം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ, ആ നമ്മൾ ഭക്ഷിച്ചതിൻ്റെ വിധി എന്താണ്? അത് നാം തിന്നത് ശവമായി തീരുമോ എന്നൊക്കെ പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകും. ഇവിടെ യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത്, ഒരു കുട്ടി അറുത്തു കഴിഞ്ഞാൽ ആ അറുത്തത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. ചെറിയ കുട്ടിയാണെങ്കിലും വകതിരിവായ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അറവ് അനുവദനീയമാണ്. കാരണം കുട്ടിക്ക് ആരാധന നിർവഹിച്ചാൽ അത് സ്വീകാര്യമാണ് എന്നതാണ് അതിന് തെളിവ്. കാരണം നിയ്യത്ത് വെക്കാൻ ഉദ്ദേശിക്കാനൊക്കെ ആ കുട്ടിക്ക് അവകാശമുണ്ട്. അത് സമയത്ത് വകതിരിവാകാത്ത കുട്ടി, ഭ്രാന്തൻ, ലഹരി ബാധിച്ചന് എന്നിവരറുത്താലും പ്രബലമായ അഭിപ്രായ പ്രകാരം അനുവദനീയമാകും എന്ന നിയമമനുസരിച്ച്, അഥവാ ഇങ്ങനെ നമുക്ക് അബദ്ധം പിഴഞ്ഞാൽ തന്നെ അത് ഭക്ഷിച്ചതുകൊണ്ട് തകരാറില്ല എന്ന് അത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അന്ധൻ അറുത്തത്, ഇത്തരം ആളുകൾ അറുത്തത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഭക്ഷിക്കൽ കറാഹത്ത് മാത്രമാണുള്ളത്. കറാഹത്താണ്. അവരറുത്തത് ശരിയല്ല എന്ന് ശരിക്കും നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. അതേ സമയത്ത് അവര് അറവൊക്കെ ശരിയാണ്, അതേ സമയത്ത് അവർക്ക് അബദ്ധം പിണയാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് അത് കറാഹത്തായി തീർന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി നാം പരിപൂർണമായ അറവിന്റെ നിയമങ്ങൾ അറിയുന്ന ഒരാളിൽ നിന്ന് വാങ്ങലാണ് ഏറ്റവും സൂക്ഷ്മതയും നല്ലതും. അങ്ങനെ തന്നെയാണ്. ഇക്കാര്യം തുഅഫ 9/316 നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പരമാവധി നാം അറവിൻ്റെയും മാംസം വാങ്ങുമ്പോഴൊക്കെ പരിപൂർണമായിട്ടും അറുത്തുകൊണ്ട്, അത് ഇസ്ലാമികമായ നിയമം പാലിക്കുന്ന ആൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് ബോധ്യത്തോടു കൂടി വാങ്ങാൻ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നല്ലത് ഭക്ഷിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.